അരവിന്ദ് കെജ്രിവാൾ എന്ന മുൻ ഡൽഹി മുഖ്യമന്ത്രി തിഹാർ ജയിലിൽ മദ്യനയ കേസിൽ ഏറെക്കാലം കഴിഞ്ഞ അരവിന്ദ് കെജ്രിവാൾ എന്ന വൻമരത്തെ കടപുഴക്കി വീഴ്ത്തി തന്നെയാണ് BJP ഇതാ രാജ്യ തലസ്ഥാനത്ത് പടയോട്ടം നടത്തിയിരിക്കുന്നത്. വോട്ടെണ്ണൽ സമയത്ത് പോലും ലീഡിംഗ് സീറ്റുകളിൽ പോലും BJP കേവല ഭൂരിപക്ഷം കടന്നതോടെ വിജയം സുനിശ്ചിതമായിരുന്നു. ആരാകും ഇനി ഡൽഹിയിലെ BJP മുഖ്യമന്ത്രി എന്ന ചർച്ചകളും അതോടെ ആരംഭിച്ചു. കോൺഗ്രസിലെ പോലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തർക്കങ്ങളൊന്നും BJPയിൽ കേന്ദ്ര ഘടകം അനുവദിക്കില്ല എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി ഘടകം ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കേന്ദ്ര തീരുമാനത്തിന് വേണ്ടി ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന്. എന്തായാലും 5 BJP നേതാക്കൾ മുഖ്യമന്ത്രിമാരാകാൻ ഇക്കുറി ഡൽഹി BJPയിൽ യോഗ്യരാണ്. 1998 സുഷമ സ്വരാജ് ആയിരുന്നു BJPയുടെ അവസാന മുഖ്യമന്ത്രി എന്നുകൂടി ഓർക്കണം. BJP ആ മുഖ്യമന്ത്രി പദത്തിന് എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്നറിയാൻ. ഒന്നാമത്തെയാൾ ആ സാധ്യതാ പട്ടികയിൽ ഒന്നാമത്തെയാൾ പർവേഷ് ശർമ്മയാണ്. കെജ്രിവാളിനെ മരത്തിയടിച്ച അതികായൻ, അങ്ങനെ തന്നെ വിളിക്കണം. കാരണം ന്യൂഡൽഹി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും BJPയുടെ കരുത്തനായ നേതാവുമായ പർവേഷ് ശർമ്മയുടെ പേരാണ് ചർച്ചകളിൽ ആദ്യം വരുന്നത്. മുൻ ഡൽഹി മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ് വർമ്മ. ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് ഇദ്ദേഹം. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച് അങ്ങനെ ഒരിക്കൽ 2008 തന്നെ താൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ BJP നേതാക്കളും അനുയായികളും തനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ ആ മധുരമായ പക വീട്ടിലാണിപ്പോൾ ഈ കെജ്രിവാൾ എന്ന വൻമരത്തത്തിനെ കടപുഴകി വീഴ്ത്തിക്കൊണ്ട് പർവേഷ് BJP കേന്ദ്ര ഘടകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തിരിക്കുന്നത്. അടുത്തത് ബാൻസുരി സ്വരാജ്, അന്തരിച്ച വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിൻ്റെ മകൾ. ന്യൂഡൽഹിയിൽ നിന്നുള്ള ആദ്യമായി MP ആയ ബാൻസുരി സ്വരാജ് വളരെ പെട്ടെന്ന് തന്നെ BJPയിൽ തനിക്കൊരു പേരുണ്ടാക്കിയെടുത്തിരുന്നു. അമ്മ മുൻ ഡൽഹി മുഖ്യമന്ത്രി. ഒരിക്കൽ അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും കൈവശം വച്ചിരുന്ന ചരിത്രപരമായ ആ സീറ്റിൽ നിന്നാണ് ഇപ്പോൾ മത്സരിച്ച് ഒരു രാഷ്ട്രീയ തുടക്കം ലോക്സഭയിലേക്ക് ബാൻസുരി എത്തിയത്. ഇനി ബാൻസുരി ആകുമ്പോൾ ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി കാത്തിരുന്ന് കാണണം. അടുത്തത് സ്മൃതി ഇറാനി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരെ ഒരു കാലത്ത് വിറപ്പിച്ച തീപ്പൊരി നേതാവ്. ഒരു കാലത്ത് BJPയിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നു. ഇപ്പോഴും അതേ പദവിയുണ്ട്. ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയോട് ഇത്തവണ ലോക്സഭയിൽ പറയപ്പെട്ട തുടർന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് സ്മൃതി ഇറാനി. എങ്കിലും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ സ്മൃതി ഇറാനിയും പട്ടികയിലുണ്ട്, മുഖ്യമന്ത്രി പട്ടികയിൽ. അടുത്തത് ദുഷ്യന്ത് ഗൗതം. BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ദളിത് നേതാവുമാണ് ദുഷ്യന്ത് ഗൗതം. കരോൾ ബാഗിലെ സവർണ മണ്ഡലത്തിൽ നിന്നും AAPയുടെ വിശേഷ് രവിയെ തോറ്റു തുന്നം പാടിച്ചതാ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നു. മുമ്പ് രാജ്യസഭ MP ആയിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. BJPയിലെ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും ദളിത് പ്രാതിനിധ്യവും മുഖ്യമന്ത്രി പദത്തിലേക്കുള്ളൊരു തുറുപ്പുചീട്ടാണ്. എന്തായാലും ഡൽഹി കാത്തിരിക്കുകയാണ്, രാജ്യ തലസ്ഥാനം കാത്തിരിക്കുകയാണ്, ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ ഇനി BJPയിൽ നിന്നുള്ള ഏത് അധികായൻ അല്ലെങ്കിൽ അധികായയാകും വരിക എന്ന് കാത്തിരുന്ന് കാണാൻ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.